അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാങ്കിങ് എക്സാമുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPS PO പറ്റിയിട്ടാണ്. IBPS PO എന്ന് പറയുമ്പോൾ നമ്മുടെ 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് IBPS PO കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ IBPS POയിൽ എന്തൊക്കെയാണ് ബേസിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് അറിയണം അല്ലേ. അപ്പോൾ അതിൽ ഇന്ന് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്, അതുപോലെ എക്സാം സ്ട്രക്ചറും കാര്യങ്ങളും പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ടെൻറ്റേറ്റീവ് കലണ്ടർ ഡേറ്റ് നോക്കാം. നമ്മുടെ PO എക്സാമിൻ്റെ കലണ്ടറാണ്. പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഒക്ടോബർ 4, 5, 11 മാസങ്ങളിലാണ്. അതായത് നമുക്ക് സെപ്റ്റംബർ മാസത്തിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. മെയിൻസ് എക്സാം ആണെങ്കിൽ നവംബർ 29 എക്സാം നടക്കുക. ഇനി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണെങ്കിൽ നവംബർ മാസത്തിലായിരിക്കും എക്സാം നടക്കുന്നത്. അതുപോലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് അഥവാ നമ്മുടെ ക്ലർക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ ഡിസംബറിലായിരിക്കും എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ നമുക്ക് IBPSൽ ആദ്യം വരുന്ന പരീക്ഷയാണ് IBPS POയുടെ പരീക്ഷ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ആദ്യം നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ബാങ്കിൻ്റെ ഏതൊരു പരീക്ഷയ്ക്കായിരുന്നാലും നമുക്കൊരു ഡിഗ്രി എന്തായാലും വേണം. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ് ഒരു ഗ്രാജുവേഷൻ അഥവാ ഒരു ഡിഗ്രി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഡൗട്ട്സ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയൊരു ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ദ കാൻഡിഡേറ്റ് മസ്റ്റ് പോസസ് വാലിഡ് മാർക്ക് ഷീറ്റ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. He or she is a graduate on the day he or she registers and indicate the percentage of marks obtained in graduation while registering online. അതായത് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ വാലിഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതും അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മസ്റ്റായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഈ പറയുന്ന മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൂടാതെ നമുക്കിപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പെർസെൻറ്റേജിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റ് കഴിവതും നിങ്ങളുടെ കയ്യിൽ മേടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് തന്നെ നമ്മുടെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനിൽ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ 59.99% എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റൗണ്ട് അപ്പ് ചെയ്ത് 60% ആക്കി കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണോ നമ്മുടെ പെർസെൻറ്റേജ് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഈ DV സമയത്തൊക്കെ അതും ഒരു റിജക്ഷൻ ലിസ്റ്റിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ POയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് എക്സാം സ്ട്രക്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എക്സാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സാമിന് 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. 3 സെക്ഷൻസ് ഡിഫറെൻറ്റ് സെക്ഷണൽ ടൈമിങ്ങിലാണ് വരുന്നത്. അതായത് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കിന് 20 മിനിറ്റ് ആണ്. ഇനി റീസണിങ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്കിന് 20 മിനിറ്റ് ആണ് സെക്ഷണൽ ടൈമിംഗ്. ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്കിനാണ്, അവിടെയും 20 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് 60 മിനിറ്റ് ആണ് നമുക്ക് അവിടെ ടൈമിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ ആയിട്ടുള്ള ഒരു മിനിമം പാസ് മാർക്കിൽ നമുക്ക് ക്വാളിഫയിങ് നേച്ചറിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ വേക്കൻസി അതിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന പ്രിലിമിനറി കഴിയുമ്പോഴത്തേക്കും സെലക്ട് ആവുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇനി IBPS POയിലെ അതുപോലെ IBPS ക്ലർക്ക് ആയിരുന്നാലും നമുക്ക് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് നിങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്, ടോട്ടൽ കട്ട് ഓഫും കടക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇൻഡിവിജ്വൽ കട്ട് ഓഫ് എന്ന് പറയുമ്പം ഓരോ സെക്ഷനും ഓരോ കട്ട് ഓഫ് കിടക്കണം. അതുകൂടാതെ അത് 3ഉം കൂടെ ചേർത്തിട്ട് എത്രയാണോ ടോട്ടൽ വരുന്നത് ആ ടോട്ടൽ കട്ട് ഓഫും കിടക്കണം. അങ്ങനെ ഇൻഡിവിജ്വൽ കട്ട് ഓഫും കാണും, ടോട്ടൽ കട്ട് ഓഫും കാണും, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് മെയിൻസിൻ്റെ
പാറ്റേൺ ഒന്ന് നോക്കാം. മെയിൻസ് വരുമ്പോഴേക്കും നമുക്ക് 5 സെക്ഷൻസ് ആണ് വരുന്നത്. 4 നമുക്ക് പറയുന്ന ഒബ്ജക്റ്റീവ് സെഷനും 1 ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനുമാണ്. അതിൽ റീസണിങ് 45 ക്വസ്റ്റ്യൻസ്, 60 മാർക്ക്, 60 മിനിറ്റ് ആണ്, 1 മണിക്കൂറാണ് റീസണിങ്ങിന് വരുമ്പോൾ. ഇനി ജനറൽ അവയർനെസ് വരുമ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്കിനാണ്. അവിടെ 35 മിനിറ്റ് ആണ് ടൈമിംഗ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ്, 40 മാർക്കിന് 40 മിനിറ്റ് ആണ്. നെക്സ്റ്റ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരുന്ന സമയത്ത് 35 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 45 മിനിറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് പേപ്പർ. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുമ്പോഴത്തേക്കും ലെറ്റർ റൈറ്റിംഗും ഉണ്ട്, എസ്സേ ഉണ്ട്. അത് 2 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന് 30 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 3.5 മണിക്കൂറാണ് നമുക്ക് മെയിൻസ് എക്സാം വരുന്നത്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞു വച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്ഷണൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ കട്ട് ഓഫും ടോട്ടൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാങ്കിങ് എക്സാമുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയ് 14 രാത്രി 8 മണിക്ക് രജൻ സാർ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വെബിനാറിൽ കയറി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രൈറ്റീരിയ പറ്റിയിട്ട്, അല്ലെങ്കിൽ എക്സാം പാറ്റേണുകൾ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏത് രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അങ്ങനെ വരുന്ന എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഈ വെബിനാർത്തോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IBPS POനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമുകളെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ IBPS POയുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കണക്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.